ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂഢം കരോതി വാചാരം കൃപാഹമഹം വന്ദേ ശ്രീഗുരുദേവകാരുണ്യം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഭഗവത്ഗീത 15-ാം അധ്യായം 20-ാം ശ്ലോകം. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്വാത് കൃതകൃതശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്വാത് കൃതകൃതശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്വാത് കൃതകൃതശ്ച ഭാരത. അനഘ, അനഘനായ, പാപരഹിതനായ, ഭാരത, ഹേ അർജുന, ഇതി ഇപ്രകാരം, ഗുഹ്യതമം അത്യന്തം രഹസ്യമായ, ഇതം ശാസ്ത്രം ഈ ശാസ്ത്രം, മയാ എന്നാൽ, ഉക്തം പറയപ്പെട്ടു, ഏതത് ഇതിനെ, ബുദ്ധ്വ മനസ്സിലാക്കിയിട്ട്, സർവേ എല്ലാവരും, ബുദ്ധിമാൻ ബുദ്ധിമാനും, കൃതകൃതശ്ച കൃതകൃതനായി, കർത്തവ്യം നിറവേറ്റിയവനായി, സ്വാത് ഭവിക്കും. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതീവ രഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്ന ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഭാവാർത്ഥം: വേദഗ്രന്ഥങ്ങളുടെ എല്ലാം സാരസത്തെയാണ് ഈ ജ്ഞാനമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം അതിനെ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാന്മാരാവും, അവർക്ക് തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ഉദിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പരംപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവന നിരതരായുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബാധയിൽ നിന്നൊഴിയാം. ആധ്യാത്മികമായ ഒരു ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം.
അത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കയില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്നു തന്നെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടക്കുന്നത്. ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ്. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ട് പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശരിയായ നേതൃത്വത്തിൽ ഭഗവത് സേവനം നടക്കുമ്പോൾ അജ്ഞാനത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ബുദ്ധിമാനും വിശുദ്ധനുമായ ഏതൊരാളും കൃഷ്ണാബോധം ഉൾക്കൊള്ളുകയും ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സാമാന്യ ദൃഷ്ടിയ ബുദ്ധിമാനായിരുന്നാലും അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ വയ്യ. ഇവിടെ അർജുനനെ കൃഷ്ണൻ അനഘ എന്ന സംബോധന ചെയ്യുന്നത് പാപമില്ലാത്തവൻ എന്നർത്ഥം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായി കഴിയാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്ക് അറിയാൻ സാധിക്കില്ലെന്നതുകൊണ്ട് ഇവിടെ ധ്വനിപ്പിക്കുന്നത് എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് വേണം കൃഷ്ണനെ തികച്ചും അറിയാൻ. എങ്കിലും ഒരാൾ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ സ്വാഭാവികമായി പാപരഹിതന്റെ നിലയിൽ എത്തിച്ചേരും. അത്രമേലും വിശുദ്ധവും വൈഭവമാർന്നത്രേ ഭക്തിയുത സേവനം. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ വിശുദ്ധ ഭക്തരോടൊപ്പം ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ പാടെ വർജിക്കേണ്ട ചില കൃത്യങ്ങളുണ്ട്. ഇതിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യമാണ്. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹമാണ് മനുഷ്യന്റെ അധപ്പതനത്തിന് ആദ്യത്തെ കാരണം. അത് ദിവ്യ പ്രേമയുത ഭഗവത് സേവന രീതിയെ നശിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതി കീഴടക്കാനുള്ള വാസന വളരുന്നതിനോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തിയും അത് നേടാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ ദൗർബല്യം. ഈ ദൗർബല്യങ്ങളിൽ നിന്ന് തന്നെ ഭൗതിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉളവാകുന്നത്. ഈ അധ്യായത്തിൽ ആദ്യ ശ്ലോകങ്ങൾ 5 ഇവയിൽ നിന്ന് സ്വയം മുക്തി നേടാനുള്ള പ്രക്രിയ വിവരിക്കുന്നു. 6-ാം ശ്ലോകം മുതലുള്ളവ പുരുഷോത്തമ യോഗത്തെ പ്രതിപാദിക്കുകയാണ്. പുരുഷോത്തമ യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കും. വിവർത്തനം വായിക്കാം. 15. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിൽ അതീവ രഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്ന ബുദ്ധിശാലികളാവും അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഓം ജ്ഞാനദിവ്യാന്തസ്യ വിനാശനശലാഖ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വിഷ്ണു കൃഷ്ണായ ഗുരുവേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമേ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ വിശേഷ ശൂന്യവാദി പാഷാണി വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ദുഭ്യേന ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീ ജയ. ശ്രീല പ്രഭുപാദ കീ ജയ. ഇത് 15-ാം അധ്യായം പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകമാണ് നമ്മളിപ്പോ വായിച്ചത്. ഇത് ഈ ഒരു ശ്ലോകം മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുൻപുള്ള ശ്ലോകം എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ശ്ലോകത്തില് ഭഗവാൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ രഹസ്യം വേദങ്ങളിലെ ഏറ്റവും ഗുഹ്യതരമായ രഹസ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് രഹസ്യമാണ് പറഞ്ഞത് എന്ന് അറിഞ്ഞാലേ ഈ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ 19-ാം ശ്ലോകത്തിന്റെ വിവർത്തനം കൂടെ ഒന്ന് വായിക്കാം. അതില് ഇങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്: എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. അപ്പം 19-ഉം 20-ഉം ശ്ലോകങ്ങളിൽ ഇതാണ് പറയുന്നത്. 19-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ആരാണ് കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അറിയുന്ന വ്യക്തി? കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അറിയുന്നത്
എല്ലാം അറിഞ്ഞ വ്യക്തിയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകും എന്ന കാര്യം പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ 20-ാം ശ്ലോകത്തിൽ പറയാണ്, ഇതാണ് വേദങ്ങളുടെ ഏറ്റവും ഗുപ്തമായ അറിവ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ രണ്ട് ശ്ലോകങ്ങളും ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഗുപ്തമായ അറിവെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കാറുണ്ട്. ഇത് വേറെ ആരും അല്ല പറയുന്നത്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അത് ഈ വേർഡാണ് ഭഗവാൻ യൂസ് ചെയ്യുന്നത്. മാമേവ അസമ്മോഡോ ജനാദി പുരുഷോത്തമ. പുരുഷോത്തമ, ഞാൻ പുരുഷോത്തമനാണെന്ന് അറിയുന്ന വ്യക്തി, ഒരു സംശയശേഷമെന്നെ അറിയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എല്ലാം അറിയാമെന്ന് ഭഗവാനോട് പറയുകയാണ്. നമ്മൾ ഈ ഭക്തി പരിശീലനം ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും. കൃഷ്ണനാണോ പരമദിവ്യോത്തമ പുരുഷൻ, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെങ്കിൽ ബ്രഹ്മമാണോ പരമദിവ്യോത്തമ പുരുഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും അറിയാനും പറ്റില്ല. പക്ഷെ ആർക്കാണ് പൂർണ്ണമായിട്ട് കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന ഉറച്ച ബോധ്യമുള്ളത്, ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെന്നാണ് കൃഷ്ണ ഭഗവാൻ ഇവിടെ അർജുനന് പറയുന്നത്. അപ്പം ഇതാണ് വേദങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് ഭഗവാൻ പറയുകയാണ്. ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മള് അതിൽ നിന്ന് കിട്ടുന്ന വേദങ്ങളെല്ലാം പഠിച്ചാൽ കിട്ടുന്ന അതിന്റെ ഏറ്റവും ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അറിയുക എന്നുള്ളത്. നമുക്ക് തോന്നും അത് എല്ലാവർക്കും അറിയാമോ, പ്രത്യേകിച്ച് ഇസ്കോണിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാൻ പറ്റും കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണോ എന്നത് അറിയാൻ പറ്റും എന്ന് നമുക്ക് തോന്നും. പക്ഷെ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ആ കൺവിക്ഷൻ ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. ശ്രീല പ്രഭുപാദ് തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ വച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം. ശ്രീല പ്രഭുപാദ് ഒരു ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ ലിഫ്റ്റഡ് ഗോവർദ്ധൻ, യു നീഡ് ടു ബി ബേബി. കൃഷ്ണൻ ഗോവർദ്ധന ഭഗവാനെ ഉയർത്തി എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ അത് കേട്ട് മനസ്സിലാവും, ശരിയായിരിക്കാം എന്ന് നിങ്ങൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്ന് ശീല പ്രഭുപാദ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രഭുപാദിന് അതിന്റെ ദീക്ഷ എടുത്ത് പ്രഭുപാദിനെ പൂർണ്ണമായിട്ട് പിന്തുടരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ പോലും ആ 100% കൺവിക്ഷൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടെങ്കിൽ ശ്രീല പ്രഭുപാദിന് 100% കൺവിക്ഷൻ ഉണ്ട്, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന 100% കൺവിക്ഷൻ ഉണ്ട്. അതിന്റെ എന്താണ് തെളിവ്? ശ്രീല പ്രഭുപാദനാണുള്ളതിന്റെ വിദേശ രാജ്യത്ത് പോയിട്ട്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിദേശ രാജ്യത്ത് പോകുന്നു എന്ന് വിചാരിക്കുക, നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ട് ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെ ഇന്റർവ്യൂ ചെയ്യാം, നമുക്ക് ദൈവം ഉണ്ടോ എന്ന് ആരോടും ചോദിക്കാം. അപ്പൊ മിക്ക ആൾക്കാരും പറയും ദൈവം ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ പറയുന്നത് ശരി, ദൈവമുണ്ട്, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നയിക്കുന്ന കുട്ടിയാണ്, അദ്ദേഹത്തിന് നീല നിറമാണ്, അദ്ദേഹം ഒരു മൈപ്പിൽ വെക്കും, ഇടയ്ക്കിടയ്ക്ക് ഓടക്കുഴൽ ഓടും, ഈ വൃന്ദാവനത്തില് അവിടെ നിമിഷത്തിൽ അദ്ദേഹം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ അവരെന്തായിരിക്കും വിചാരിക്കുക? നമ്മൾ ഏതെങ്കിലും മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വന്നവരായിട്ടായിരിക്കും വിചാരിക്കുക, അല്ലെ? അങ്ങനെ നമ്മൾ വിചാരിക്കും, വിദേശത്തുള്ള ആൾക്കാർ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഞങ്ങളാണ് ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധന് ഇത്രയും പേര് ഈ വിദേശത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റി കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന്. വെറും മനസ്സിലാക്കി കൊടുക്കുകയല്ല, ആ മനസ്സിലാക്കിയതനുസരിച്ച് അവരവരുടെ ജീവിതം മുഴുവൻ കൃഷ്ണന്റെ സേവനത്തിന് പൂർണ്ണമായിട്ട് നിയോഗിക്കുകയും ചെയ്യും. അവിടെയാണ് ശീല പ്രഭുപാദിന്റെ ആ ഉറച്ച വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുമായിട്ടാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. എന്തുമാത്രം ഉറച്ച വിശ്വാസമാണ് ഭഗവാനാണ് പറയുന്നത്. ഈ ശാസ്ത്രത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് ശ്രീല പ്രഭുപാദന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് പോലെ നമുക്ക് എല്ലാ ഭഗവാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും. സർവഭാവേന ഭാഗത എന്നാണ് ഈ ശ്ലോകത്തിൽ 19ാം ശ്ലോകത്തിൽ പറയുന്നത്. പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാന് സേവനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാന്റെ സേവനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല വട്ടവും നമുക്കത് സാധിക്കുന്നില്ല. അപ്പൊ അതിന് കാരണം നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഉറച്ച വിശ്വാസം വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പൂർണ്ണമായ സേവനത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. ഭഗവാന് നമ്മൾ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈശ്വരന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കത്തുള്ളൂ. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ മരണസമയത്ത് തീർച്ചയായിട്ടും ആ മാലിന്യങ്ങളെ നമ്മൾ ഓർക്കും. ഭഗവാനെ ഓർക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ പൂർണ്ണ സറണ്ടർ വരണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സർവഭാവേന ഭാരത എന്ന് ഇവിടെ കൃഷ്ണൻ പറഞ്ഞ പോലെ ആരാണ് എന്നെ പരമദിവ്യത്വം പുരുഷനായി മനസ്സിലാക്കിയത് ആ വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ്ഡ് ആവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയല്ല. നമ്മൾ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളെ അതേപോലെ നമ്മൾ അതിനെ ആഴത്തിൽ പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൃഷ്ണൻ പറഞ്ഞതാണ് ആരാണ് എന്നെ പരമദിവ്യത്വം പുരുഷനായിട്ട് മനസ്സിലാക്കിയത്, അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അയാൾ പൂർണ്ണമായിട്ട് എന്റെ സേവനത്തിൽ മുഴുകും എന്ന് പറയുന്നു. അതിന്റെ അടുത്ത ശ്ലോകത്തിൽ തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്, ഇതാണ് വേദങ്ങളുടെ ഏറ്റവും ഉന്നതമായ രഹസ്യം എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഇപ്പൊ കുംഭമേളയൊക്കെ നടക്കുന്നുണ്ട്, എത്രയെത്ര ആധ്യാത്മിക വ്യക്തിത്വങ്ങൾ അവിടെ വരുന്നുണ്ട്. കുളിക്കാനും ഒക്കെ ആയിട്ട്, സ്നാനത്തിനൊക്കെ ആയിട്ട് എത്ര ആധ്യാത്മിക വ്യക്തിത്വങ്ങൾ വരുന്നുണ്ട്. ഇപ്പം 55 കോടിയോളം ജനങ്ങൾ അവിടെ വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ 55 കോടി ജനങ്ങളും ആധ്യാത്മികത പരിശീലിക്കാൻ വരുന്ന 55 കോടി ജനങ്ങൾക്കിടയിൽ ആ എത്ര പേർക്ക് ഭഗവാനാണ് പരമദിവ്യത്വ പുരുഷൻ എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് നോക്കുമ്പോൾ അവിടെ വളരെ ചെറിയൊരു സംഖ്യ അവിടെ വരുന്നുണ്ട്. ആധ്യാത്മികത പരിശീലിക്കുന്ന വ്യക്തികൾക്ക് കൂടി ആ ഒരു തലത്തിലേക്ക് വരാനായിട്ട് അത് റയറാണ്, വളരെ അപൂർവമായിട്ടാണ് സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ആചാര്യൻ ഫീഡ്ബാക്ക് വരുന്നു. അങ്ങനത്തെ ഒരു ആചാര്യന്റെ പ്രസ്ഥാനത്തിലാണ് നമുക്ക് വരാനായിട്ട് സാധിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ആ ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. അതാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ആർജിക്കേണ്ടത്. നമ്മൾ ഇവിടെ വന്നു, നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ കൂടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പണ്ടൊക്കെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഭഗവാനെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. എന്തുകൊണ്ട് കൃഷ്ണൻ എനിക്ക് ഇങ്ങനൊരു ബുദ്ധി തന്നു, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നു, എനിക്ക് ഇതിലും നല്ലൊരു അസോസിയേഷൻ കിട്ടുമായിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ആ കുറ്റപ്പെടുത്തലുകൾ കുറഞ്ഞു വരുന്നുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭഗവാൻ നമ്മുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷയാണെങ്കിൽ അദ്ദേഹം നമുക്ക് തരുന്നതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ടത് നമ്മുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളായാലും സന്തോഷങ്ങളായാലും. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്ന് ഇപ്പം 5 വർഷം 10 വർഷം ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പം തിരിച്ചിവിടെ ഈ ദിവസം നിൽക്കുമ്പം നമ്മൾ എത്രത്തോളം ഭഗവാൻ തരുന്ന ഓരോ കാര്യങ്ങളെയും
ആസ് ഇറ്റ് ഈസ് യഥാർത്ഥമായി മനസ്സിലാക്കിയും അതെന്റെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ അതാണ് നമ്മുടെ വളർച്ചയുടെ ഘട്ടം. നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ഇവിടെ നിൽക്കുകയെന്ന് വിചാരിക്കാം. കൊച്ചുകുട്ടിക്ക് ഒരു അമ്മയുണ്ട്, അമ്മയെ അടുത്ത് നിൽപ്പുണ്ട്, കുട്ടിയുടെ അടുത്ത് വേറൊരാളും അടുത്ത് നിൽപ്പുണ്ട്. അമ്മ ദേഷ്യപ്പെട്ട് കുട്ടിയെ നോക്കിയാലും കുട്ടിക്ക് ആ ഭയം ഉണ്ടാവത്തില്ല. ചെറിയൊരു പേടിയുണ്ടാവും. പക്ഷെ എന്തൊക്കെയായാലും അമ്മ എന്നോട് ദേഷ്യപ്പെട്ടാലും എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അമ്മ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ആ കുട്ടിക്ക് അറിയാം. പക്ഷെ ഒരു പരിചയമില്ലാത്തയാള് ദേഷ്യപ്പെട്ട് നോക്കിയാലും കുട്ടി പെട്ടെന്ന് ഭയന്നു പോകും. കൊച്ചുകുട്ടി പെട്ടെന്ന് ഭയന്നു പോകും. അമ്മ ദേഷ്യപ്പെട്ട് നോക്കിയാലും ചെറിയ പേടി ഉണ്ടാവും, എന്നാലും അത് അമിതമായ ഭയത്തിലേക്ക് പോകത്തില്ല, ഒരു ഹിസ്റ്റീരിയ പോലെ ആവത്തില്ല. പക്ഷെ വേറൊരാളുടെ ഒട്ടും പരിചയമില്ലാത്ത ആൾ വന്ന് ആ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടി അല്പം നല്ലപോലെ ഭയന്നു പോകും. എന്തുകൊണ്ടാണ് അമ്മ നോക്കുമ്പോൾ കുട്ടിക്ക് ഭയം വരാത്തത്? കാരണം ആ കുഞ്ഞിന് അമ്മയെ ശരിക്കും അറിയാം. അമ്മയെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഭയം വരാത്തത്. പക്ഷെ അമ്മയെ അറിയാത്ത ഒരാളാണ് അങ്ങനെ നോക്കുന്നതെങ്കിൽ കുട്ടി വളരെയധികം ഭയന്നു പോകും. അപ്പം നമുക്ക് ഈശ്വരനെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ആ തലത്തിൽ എടുക്കാനും അതിൽ സ്വീകരിക്കാനും നമുക്ക് കഴിയും. ഈശ്വരൻ നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്നുകിൽ അദ്ദേഹം നമ്മളോട് ക്രൂരത കാണിച്ചു, അല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ കൂടുതലാണ് കിട്ടിയത്, ദുഃഖമാണ് കിട്ടിയത് എന്നൊക്കെ നമ്മൾ പരാതി പറഞ്ഞു തുടങ്ങും. നമുക്ക് ഈശ്വരനെ എത്രത്തോളം അറിയാമെങ്കിൽ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ആ കണ്ണിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ വളർച്ച. നമ്മൾ ഓരോരുത്തരെയും സ്വയം വിലയിരുത്തേണ്ടത് അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ വാക്കുകളിലും ഭഗവാൻ നമുക്ക് നൽകുന്ന കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് വിശ്വാസം, അതിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ നൽകിയത് എന്ന് എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് പണ്ട് എത്രമാത്രം ഭഗവാനെ കുറ്റം പറയുമായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു വരുന്നു. ഇപ്പൊ അപ്രീഷിയേറ്റ് ആണ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും ഭഗവാനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആത്മീയപരമായിട്ട് പുരോഗമിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈശ്വരനിൽ ഇവിടെ വിശ്വാസം കൂടുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരു തരത്തിൽ നോക്കിയാൽ ഈ പ്രസ്ഥാനത്തിൽ തുടർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും അവർ ആത്മീയപരമായിട്ട് വളരുകയാണ്. കാരണം ഇവിടെ പറയുന്നതൊന്നും വേറെ ഒരു കാര്യവുമല്ല പറയുന്നത്, ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഈ പ്രസ്ഥാനത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ആത്മീയ വളർച്ചയുടെ ഇതാണ്. അതാണ് ഫസ്റ്റ് ശ്ലോകത്തിൽ. അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ വഴി. ഇനി രണ്ടാമത്തെ ശ്ലോകത്തില്, ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ശ്ലോകത്തില് അർജുനെ അനഘ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് കൃഷ്ണൻ അഭിസംബോധന ചെയ്തത്. അനഘ എന്ന് പറഞ്ഞാൽ സിൻലെസ്, പാപരഹിതൻ എന്നാണ് അർത്ഥം. നമുക്ക് ഇംഗ്ലീഷിൽ ഈ സിൻ എന്നുള്ള വേർഡ് വന്നിരിക്കുന്ന സ്പാനിഷ് ലാംഗ്വേജിൽ നിന്നാണ്. സിൻ എന്ന് പറഞ്ഞാൽ അവരുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എന്നാണ്. വിത്തൗട്ട് എന്നാണ് സിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. വിത്തൗട്ട് എന്ന് വെച്ചാൽ ഈശ്വരനില്ലാതെ എന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഈശ്വരനില്ലെങ്കിൽ അത് സിന്നാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അർജുനനെ പാപരഹിത അനഘ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം ഈശ്വരൻ ആണ് പരമദിവ്യത്വ പുരുഷനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തില് ഈ പാപ പ്രവൃത്തികൾ ഒരുപാടുള്ളത് കൊണ്ടാണ്. പാവപ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഈശ്വരനെ വിശ്വസിക്കാനായിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഈശ്വരന്റെ അടുത്ത് നമുക്ക് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പാപം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൃഗത്തിനെ കൊല്ലുന്നതോ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പാപം എന്നല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഈശ്വരൻ ഇല്ലാതിരിക്കുക എന്നതാണ് അർത്ഥം. ഈശ്വരനെ മറന്നു ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും പാപപ്രവൃത്തിയായിട്ട് വരും. അപ്പൊ നമ്മൾ 24 മണിക്കൂർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ എത്ര പ്രവൃത്തികളും
ഈശ്വരനെ ഓർത്ത് ചെയ്യുന്നുണ്ട്, എത്ര പ്രവർത്തികൾ ഈശ്വരനെ മറന്നാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം മറന്നു ചെയ്യുന്ന പ്രവൃത്തികൾ കൂടിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ക്രമേണ നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ വരും. നമുക്ക് ഭഗവാനോട് സംശയം ഉണ്ടാവും, ഭക്തന്മാരോട് സംശയം ഉണ്ടാവും, മറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം നമുക്ക് പല പല രീതിയിൽ സംശയം ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം. കാരണം ഈ പ്രസ്ഥാനത്തിന് നമുക്കറിയാം, നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ അവസാനം വരെ ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ഹിസ്റ്ററീസ് ഒക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ചില പ്രഭുപാദിനോട് കൂടെ നിന്ന ഭക്തന്മാർക്ക് വരെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല് അവര് ഭക്തി പരിശീലനം ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഈ പാവപ്രവർത്തനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ മറന്നുള്ള പ്രവർത്തനങ്ങളും കൂട്ടുന്നുണ്ട്. അതൊരു ഘട്ടം കഴിയുമ്പോൾ ഈ ഭക്തിയുടെ മുകളിലേക്ക് വരികയും അത് നമുക്ക് വീഴ്ച സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ ഫെയ്ത്ത്, ഭഗവാനോടുള്ള ഫെയ്ത്തിന് തടസ്സം ഉണ്ടാകും. ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഇപ്പം നമ്മളിപ്പോ ഫ്രീ ടൈം കിട്ടിയെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി നാമം ജപിച്ചു, നമ്മുടെ 16 റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ബുക്സ് ഒക്കെ വായിച്ചു, അതെല്ലാം കഴിഞ്ഞു. ബുക്സ് വായിച്ചു ഇന്ന് നമുക്കൊരു ഫ്രീ ടൈമാണ്, ഇന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. വൈകുന്നേരമായിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളത്. അപ്പൊ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ അത്ര പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ പോകാം. നമുക്ക് വേണമെങ്കിൽ ഫ്രീ ടൈം ഉണ്ട്, ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ജപിക്കാം, നാമം ജപിക്കാമെന്ന് ചിന്തിക്കാം. ആ ഫ്രീ ടൈം നമ്മൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൊബൈലെടുത്ത് മറ്റ് എന്തെങ്കിലും സിനിമ കാണാനോ ഒക്കെ യൂസ് ചെയ്യാം. സിനിമ അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നമ്മൾ വിചാരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റും, ചിന്തിച്ചുകൊണ്ട് ഈശ്വരനെ അത് കാണാമെന്ന് വിചാരിച്ചു. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അതേസമയം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ടൈം ആണ്, ഇത്രയും എനിക്ക് ഫ്രീ ടൈം കിട്ടി, എനിക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ ജപിക്കാം, അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വായിക്കാം എന്ന് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആ ഡേയില് നമ്മൾ ആ ഈശ്വരനെ മറന്നുള്ള പ്രവൃത്തി, അതാണ് പാപം എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പം ക്രമേണ നമ്മുടെ ഹൃദയത്തില് സംശയങ്ങൾ വന്നു തുടങ്ങും. ഈ ഓരോരോ സംശയങ്ങളും നമ്മുടെ ഉറച്ച വിശ്വാസത്തെ, ആദ്യമുണ്ടാകുന്ന വിശ്വാസത്തെ കുറച്ച് കൊണ്ടുവരികയും നമുക്ക് വീഴ്ച പറ്റുകയും ചെയ്യും. അപ്പം നമ്മുടെ എഫേർട്ട്, ഈ പാപകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അത് ഈശ്വരനില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിന് ഈശ്വരനെ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമം നമ്മൾ നടത്തണം. അതാണ് നമ്മുടെ യഥാർത്ഥ പരിശീലനം. ഈ പ്രസ്ഥാനത്തില് നമുക്ക് പറഞ്ഞു തരാൻ ആളുണ്ട്, പ്രസാദം തരാൻ ആളുണ്ട്, നമുക്ക് ഗ്ലോറിഫിക്കേഷൻ തരാൻ ആളുണ്ട്, നമുക്ക് ഗിഫ്റ്റുകൾ തരും, ചിലപ്പം പല കാര്യങ്ങൾ തരുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ അവബോധം വളർത്താനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങളും എല്ലാം ആധ്യാത്മികാചാര്യന്മാരും മാലയും ജപമാലയും എല്ലാ കാര്യങ്ങളും നമുക്ക് തരും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ കുറിച്ചുള്ള ബോധം വളർത്താനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനായിട്ടും ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലേക്ക് വരാനും നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ നീഡ്സ്, ആ സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചെയ്യും. നമ്മളൊരു പൂന്തോട്ടം വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അതിന്റെ കളകൾ പറിച്ചു കളഞ്ഞ് ശ്രദ്ധയോടെ നിന്നാൽ അത് നമ്മൾ വളർത്തുന്ന ചെടി നല്ലപോലെ വളരും. പക്ഷെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ പൂന്തോട്ടത്തിൽ വരുന്നതെങ്കിലും ഒരുപാട് കളകൾ വളർന്നു വരും. അപ്പൊ നമ്മുടെ ഹൃദയത്തില് ഈശ്വരൻ ഇല്ലാത്ത സമയം കുറയ്ക്കാൻ ഉള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഈ പ്രസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട പരിശീലനം. അത് എത്രത്തോളം ഒരു വ്യക്തിക്ക് കൂട്ടി കൊണ്ടുവരാൻ പറ്റുമോ, ഹൃദയത്തിൽ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അവിടെയാണ് ആ ഭക്തൻ പരിശീലനത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞ 15-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകത്തിൽ പറയുന്ന സർവഭാവേന ഭാരത എന്ന് പറയുന്നത് ഇൻ ഫുൾ ഡിവോഷണൽ സർവീസ് ആണ്. അപ്പൊ അതിൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ഭക്തിയുടെ സേവനമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്.
അയാൾ ഒരു കാര്യം പറയുമ്പോഴും ഒരു വ്യക്തിയോട് ഒരു കാര്യം സംസാരിക്കുമ്പോഴും ഇത് കൃഷ്ണൻ സന്തോഷിക്കുന്നുണ്ടോ, ഈ പ്രവൃത്തി കാരണം കൃഷ്ണൻ സന്തോഷിക്കുന്നുണ്ടോ, ഈ ചിന്ത എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്, ഈ ചിന്ത കൃഷ്ണനെ പ്ലീസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അത് കൃഷ്ണനെ പ്ലീസ് ചെയ്യുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ട് ചിന്തയിലേക്ക് വരാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾക്ക് എത്താൻ പറ്റുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. സാധന ഭക്തിയുടെ ഹയസ്റ്റ് നമ്മുടെ കയ്യിൽ മാത്രമാണ്. മറ്റാർക്കും നമ്മുടെ ആ കോൺഷ്യസ്നെസ്സിനകത്ത് കയറി അതിനകത്ത് കൃഷ്ണനെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. നമുക്ക് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. അത് ഒരു ചിലപ്പോൾ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ ഭിക്ഷ എടുക്കാനൊക്കെ പറയുമ്പോൾ നമ്മൾ ബുക്സുകളൊക്കെ വായിക്കും. ചിലപ്പോൾ നമ്മൾ 16 റൗണ്ട്സ് മുടങ്ങാതെ ചെയ്യും. നമ്മൾ സാധന ചാർട്ട് പ്രിപ്പയർ ചെയ്യും. വിലാസ് പോവും മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മൾ സേവനങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ആ ഭിക്ഷ എന്നുള്ള ലെവലിലേക്ക് എത്തും. നമുക്കൊരു ഗുരു നമുക്ക് മാല തരും, നമുക്കൊരു നാമം തരും, നമ്മൾ ഭിക്ഷ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയും പരിശീലിച്ചത് ആ ഭിക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇനി എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാവും. പക്ഷെ ഭിക്ഷ എന്ന് പറഞ്ഞാൽ തുടക്കം മാത്രമേ ആവുന്നുള്ളൂ. നമ്മളാണ് നമ്മുടെ ബോധത്തിനെ പ്യൂരിഫൈ ചെയ്യേണ്ടത്. ബോധത്തിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നതാണ് ഭിക്ഷ. പക്ഷെ ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ളത് നമ്മുടെ ഭാഗത്താണ് ചെയ്യുന്നത്. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മരണത്തിന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴെങ്കിലും നമ്മുടെ അവബോധത്തില് പൂർണ്ണമായിട്ട് കൃഷ്ണൻ ഉണ്ടായിരിക്കുന്നു. ഏതൊക്കെ കാര്യങ്ങൾ കൃഷ്ണനെ പ്ലീസ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലീസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ക്രമേണ നമ്മുടെ ബോധത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൃഷ്ണാബോധം. ശീല പ്രഭുപാദ ഈ പ്രസ്ഥാനത്തിൽ ഇട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ്. കൃഷ്ണ അവബോധ സമിതി. അവബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിൽ എപ്പോഴും കൃഷ്ണൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നത്. അപ്പം യുവാക്കളായാലും ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികളും ഒക്കെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പലരും ഉണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു തലത്തിലേക്ക് വരിക. നമുക്ക് ചിലപ്പോൾ പ്രായമായിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ യങ് ആയിരിക്കും. പക്ഷെ എല്ലാവരുടെയും ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് ഈ സംശയങ്ങൾ ഒഴിയും. പക്ഷെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡേറ്റില് നമ്മുടെ കയ്യിലുള്ള രണ്ട് കാര്യം, നമ്മുടെ ഊർജവും നമ്മുടെ സമയമാണ് നമ്മുടെ കയ്യിൽ മുതലായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള എനർജി നമുക്ക് എല്ലാവർക്കും ഉള്ള 24 മണിക്കൂർ സമയം. ഈ എനർജിയും ആ സമയവും നമ്മൾ കൃഷ്ണനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രമേണ കൃഷ്ണനാണ് ജാനാതി പുരുഷോത്തമം. അദ്ദേഹമാണ് പുരുഷോത്തമൻ, ഏറ്റവും ഉത്തമനായ വ്യക്തി എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും ഇത് ഒരു സോഷ്യൽ ഗാദറിംഗ് പോലെ നിൽക്കുക. നമ്മുടെ ആഴത്തിലേക്ക് അത് ഇറങ്ങുന്നില്ല. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളൊരു കാര്യം ആഴത്തിലേക്ക് ഇറങ്ങിയത് ഒരു സംഘടന, ഒരു വൈഷ്ണവ സമ്പ്രദായം, ആ സമ്പ്രദായത്തിൽ ഞാൻ പോകുന്നുണ്ട്. അവരിങ്ങനെയാണ് പറയുന്നത്. ആ ഒരു തലത്തിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടേ അത് നിൽക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിലാണ് അത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു ഉറച്ച കൺവിക്ഷൻ ആണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു റിസ്കി സ്റ്റേറ്റിലാണ്. നമുക്കിപ്പം നല്ല ഡിവോട്ടീസ്, ഗിരിരാജ് പ്രഭുവും മറ്റ് ഡിവോട്ടീസ് ഒക്കെ ഉണ്ട്, അവരുടെ അസോസിയേഷൻ ഉണ്ട്. എനിക്ക് ഇവിടെ വന്നാൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ വരുന്നു. പക്ഷെ ഒരു നാൾ ഇവരൊക്കെ ഇവിടുന്ന് പോകും. ഒന്നുകിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഇവരൊക്കെ പോകും. പക്ഷെ അവിടെയും നമുക്ക് അപ്പോഴും പിടിച്ചു നിൽക്കണമെങ്കിൽ, അപ്പോഴും നമുക്ക് ഈ ഭക്തിയിൽ ഉയർന്നു പോകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തില് ആ ഉറച്ച കൺവിക്ഷൻ ഭഗവാനാണ്. ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ശീല പ്രഭുപാദിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ വാക്കുകൾ തന്നെയാണ്. അപ്പൊ അത് ക്രമേണ ഓരോ നിർദ്ദേശങ്ങളും ഞാൻ പാലിക്കണം. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഞാൻ ഭഗവാനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമുക്ക് അത് ഇസ്കോൺ പറയുന്നത് കൊണ്ടല്ല, എന്റെ ഗുരു പറയുന്നത് കൊണ്ടല്ല,
എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കൃഷ്ണനാണ് പരമനിവൃത്ത പുരുഷൻ. എന്റെ ഹൃദയത്തിൽ 100% ഉറച്ച വിശ്വാസമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാൻ പൂർണ്ണമായിട്ട് ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനായിട്ട് പറ്റുകയും അവർക്ക് തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങാനും സാധിക്കും. ഈ ഒരു കാര്യം നമ്മൾ വളരെ പ്രാധാന്യമാണ്. ആ ഒറ്റ വ്യക്തിയുടെ കൺവിക്ഷൻ കൊണ്ടാണ് ഈ ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിച്ചത്. ഒരു ജസ്റ്റ് ഒരു 70 വയസ്സുള്ള വൃദ്ധൻ വൃന്ദാവനത്തില് ഉള്ള ഗ്രാമത്തില് ഒരു ചെറിയൊരു ക്ഷേത്രത്തില് അവിടെ ഒരു ചെറിയ മുറിയിൽ നിന്ന് ആ വ്യക്തിക്ക് ഭഗവാൻ പരമദിവ്യത്വ പുരുഷനാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിയുടെ ആ വിശ്വാസമാണ് ലോകമെമ്പാടും ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം ഉള്ളത്. ഒരു വ്യക്തിയുടെ ആ വിശ്വാസത്തിലാണ് അത് നടക്കുന്നതെന്ന് നമ്മൾ നോക്കണം. അത് അദ്ദേഹമാണ് ഈ മുഴുവൻ സ്ഥലത്തും ഈശ്വരബോധം എത്തിക്കാൻ പറ്റും. അപ്പം 70 വയസ്സുള്ളത്. അപ്പൊ നമുക്കും ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്കും എന്തുമാത്രം ഭഗവാനെ സേവനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രഭുപാദിന്റെ ആ വിശ്വാസം, ആ ഉറച്ച അടിയുറച്ച ഫെയ്ത്ത്, വിശ്വാസം, അതാണ് അദ്ദേഹത്തിന് ഈ ലോകമെമ്പാടും കൃഷ്ണബോധത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്കും ആ അൺഫ്ലിഞ്ചിങ് ഫെയ്ത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കും എന്തുമാത്രം ഭഗവാന് സേവനം ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിൽ എന്തുമാത്രം പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ഈ 2 ശ്ലോകങ്ങളും അതിനുള്ള മാർഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഭഗവാനാണ് പരമദിവ്യത്വ പുരുഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പരമദിവ്യത്വ പുരുഷനാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാന്റെ പൂർണ്ണമായ സേവനത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഭഗവാനാണ് പരമദിവ്യത്വ പുരുഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനുഗ്രഹായിരിക്കണം. അനുഗ്രഹം പാപരഹിതൻ. ഇവിടെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഇല്ലാത്ത പ്രവൃത്തികൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാപരഹിതനായിട്ടിരിക്കാൻ? നമ്മുടെ ഫ്രീ ടൈം, നമുക്ക് എന്തൊക്കെ ഫ്രീ ടൈമോ എന്തൊക്കെ നമുക്ക് അവസരം കിട്ടുന്നു അവിടെയെല്ലാം കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാനും കൃഷ്ണന്റെ സേവനത്തിലേക്ക് നമ്മൾ വരാനുമായിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായി ശ്രമിക്കണം. ശ്രീ ഗോവിന്ദായി. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് എല്ലാ സമയത്തും ഈശ്വരബോധത്തിൽ ഇരിക്കാൻ പറ്റും. ഒരു ഉദാഹരണം, ശ്രീല പ്രഭുപാദ് ഒക്ടോബർ മാസം 1977 ഒക്ടോബർ മാസം ഒക്ടോബർ മാസത്തില് ശ്രീല പ്രഭുപാദ് പൂർണ്ണസമയം ബെഡ്രിഡൻ ആയിരുന്നു. അദ്ദേഹത്തിന് സംസാരിക്കുന്നതല്ല ഒരു ദിവസത്തില് ഏറിയാൽ ഒരു 10 വാചകങ്ങളായിരിക്കും സംസാരിക്കാനായിട്ട് സാധിക്കും. ഡിവോട്ടീസ് വന്ന പ്രഭുപാദിനെ ആ റൂമിൽ, വൃന്ദാവനത്തിലെ റൂമിൽ കാണുമ്പോൾ എപ്പോഴും കണ്ണടച്ച് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എപ്പോഴും ഉറക്കമായിട്ടാണ് പ്രഭുപാദിനെ കാണുന്നത്. പക്ഷെ ആ സന്ദർഭത്തിൽ പല പല ഇൻസ്റ്റൻസുകളും ഉണ്ട് പ്രഭുപാദിന്റെ ബോധത്തിനെ മനസ്സിലാക്കാനായിട്ട്. ഒരു ഡിവോട്ടി കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭുപാദ് പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഫുള്ള് ഉറങ്ങുകയാണ്. നീ പറഞ്ഞ വേർഡ്സ് ഏതോ എനിക്ക് വചൻ മറന്നുപോയി. 2 വേർഡ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. പ്രഭുപാദ് പതുക്കെ കണ്ണു തുറന്നിട്ട് കൈ കാണിച്ചിട്ട് അടുത്ത് വന്നപ്പോ ആ 2 വേർഡ്സ് ചേർത്താണ് പറയേണ്ടതെന്ന് പ്രഭുപാദ് പറഞ്ഞു. പിന്നെ മറ്റൊരു സന്ദർഭത്തില് ഒരു ഡിവോട്ടി കീർത്തനം ചെയ്തപ്പോഴത്തേന് അദ്ദേഹത്തിനോട് നിർത്താൻ പറഞ്ഞിട്ട് വേറൊരു ഡിവോട്ടി നമുക്ക് പുറമെ കാണുന്നതിന്റെ ഫുൾ ടൈം ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ഫുള്ളി ആ ഒരു കൃഷ്ണന്റെ കീർത്തനത്തിന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫുള്ളായിട്ട് അദ്ദേഹത്തിന് കൈയനക്കാനോ തിരിയാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും ആ ബോധത്തിന് പൂർണ്ണമായിട്ട് കൃഷ്ണനെയാണ് കൊണ്ട് വരാനായിട്ട് പ്രഭുപാദിന് പറ്റിയത്. നമുക്കും ആ ഒരു തലത്തിൽ വരണം. ആചാര്യന്മാര് ആചരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരണം. ഇത് സന്യാസിമാർക്കോ ബ്രഹ്മചാരിമാർക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ സാധിക്കുന്നില്ല. മാതാജിമാർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഭഗവാൻ ഭഗവത്ഗീത
പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാവരുടെയും കോൺഷ്യസ്നെസ് ആ ഒരു തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഭഗവാൻ തന്ന ഈ കാരുണ്യത്തെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് ആ തലത്തിലേക്ക് ഉയരാനായിട്ട് ശ്രമിക്കും. ഇതിൽ നിന്ന് ഒരു ടേക്ക് ഹോം മെസ്സേജേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന നമുക്ക് രണ്ട് കാര്യങ്ങളാണ്: നമ്മുടെ എനർജിയും നമ്മുടെ സമയവും. നമ്മുടെ ഊർജവും നമ്മുടെ സമയവും. അതിനെ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്നനുസരിച്ച് നമ്മുടെ വിശ്വാസം കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് സാധിക്കും. നമ്മൾ ഭഗവാനെ മറന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രമേണ നമുക്കുള്ള വിശ്വാസവും കുറച്ച് കുറച്ചാകുമ്പോൾ നഷ്ടപ്പെടും. പക്ഷെ ആ ഫ്രീ ടൈം നമ്മൾ ഭഗവാന്റെ സേവനം, ഭഗവാനെ ഓർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസം ദൃഢമായിട്ട് വരാൻ സാധിക്കും. അത് ആണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. അവരൊന്നും ചോദിച്ചത് ഭക്തന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഭക്തന്മാര്, ദേവീദേവ ഭക്തന്മാരെല്ലാം നമ്മൾ ഭക്തന്മാരായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം അവരൊക്കെ യഥാർത്ഥത്തിൽ ഭക്തന്മാരാണോ, അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചിട്ടും ഭഗവാനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, ഭക്തന്മാരാണോ എന്നുള്ളത്. അപ്പം ഇതില് ശ്രീല പ്രഭുപാദിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, ആരൊക്കെയാണ് ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കിയവര് അവരെ ഒരു വലിയ ശ്രേണിയിലെ ഭക്തന്മാരായിട്ട് തന്നെ കരുതാം. ഈശ്വരന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിയ വ്യക്തികൾ, അതായത് ഒരു പരമമായ വ്യക്തി ഉണ്ട്. അത് ചിലപ്പോൾ ബ്രഹ്മാണെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്, ചിലപ്പോൾ പരമാത്മാവെന്നായിരിക്കും, ചിലപ്പോൾ ഭഗവാനെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ ബഹുരൂപത്തില് ദേവീദേവന്മാരുടെ രൂപത്തിൽ വരുന്നു എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഒരു വലിയൊരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഭക്തൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പല സ്ഥലത്തും പ്യുവർ ഡിവോട്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഡിവോട്ടീസ് എന്നല്ല, പ്യുവർ ഡിവോട്ടീസ് എന്നാണ്. ഇപ്പൊ പ്യുവർ ഡിവോട്ടീസ് എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു ഒരു ഭൗതികമായ ആഗ്രഹങ്ങളും ഇല്ല, ഭൗതികമായ ആഗ്രഹമില്ല. അവർക്ക് പരമമായ ഈശ്വരനെ ആരാധിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം ഡിവോട്ടീസിന് ഇടയ്ക്ക് തന്നെ ദേവീദേവ ആരാധന വരും. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർക്ക് ഇന്ന കാരണങ്ങൾ കിട്ടണം. അതുകൊണ്ടാണ് അവർ ദേവീദേവന്മാരുടെ അടുത്ത് പോകുന്നത്. ചിലര് ബ്രഹ്മത്തിനെ ആരാധിക്കാനായിട്ട് ശ്രമിക്കും. എന്തുകൊണ്ടാണ്? ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനായി മാറി എന്നുള്ള ആ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് അവർ ബ്രഹ്മത്തെ ആരാധിക്കുന്നത്. അവിടെ എല്ലാം ഈശ്വരനെ സ്നേഹിക്കുന്നതില് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവര് ചെയ്യുന്നത്. അപ്പം അവരും ഡിവോട്ടീസ് തന്നെയാണ്, പക്ഷെ അവരൊന്നും പ്യുവർ ഡിവോട്ടീസ് ആയിട്ട് വരുന്നില്ല. പ്യുവർ ഡിവോട്ടീസ് എന്ന് പറഞ്ഞാല് ഗോപികൾ എങ്ങനെ ഭഗവാനെ ആരാധിച്ചോ അതേപോലെ അവർക്ക് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നത്, തിരിച്ചൊരു സന്തോഷം അവർ പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാന്റെ സന്തോഷം മാത്രമാണ് പരമപ്രധാനമായി വരുന്നത്. അപ്പം പല പല മെറ്റീരിയൽ ഡിസൈർസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഭഗവാന്റെ വ്യക്തിത്വത്തെ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് മാജി പറഞ്ഞത്, ചിലപ്പോൾ അവർ വിചാരിക്കും ശിവനായിരിക്കും സുപ്രീം, അയ്യപ്പനായിരിക്കും സുപ്രീം, അതൊക്കെ. പക്ഷെ അവർക്കൊരു ഈശ്വരനുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരനുണ്ട്. ആ തലത്തിൽ നമ്മൾ ഭക്തന്മാരാണ്. പക്ഷെ അവരുടെ പല പല ഭൗതിക ആഗ്രഹങ്ങൾ കാരണം അവർക്ക് ഇന്ന വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാനായിട്ട് പറ്റുന്നില്ല, പരമപുരുഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം വൈദിക സംസ്കാരത്തിലെ ഏതെങ്കിലും ഒരു ഇതിൽ വന്ന ഒരു ചെറിയ പടമാണ് മുന്നോട്ടുള്ളത്. നിരീശ്വരവാദിയെക്കാട്ടിലും കുറച്ചും കൂടെ മുന്നോട്ടാണ് ഒരു ബഹുദൈവ ആരാധകൻ നിൽക്കുന്നത്. അതിലും കുറച്ചും കൂടെ വരുമ്പം ബ്രഹ്മത്തിലേക്ക് ഇത് വരും, അതിലും കുറച്ചും കൂടെ വരുമ്പം പരമാത്മാവിലേക്ക് വരും, അതിലും വരുമ്പം ഭഗവാനിലേക്ക് വരും. ഭഗവാന്റെ അടുത്തും പരിശുദ്ധമായ ഭക്തി ആഗ്രഹിക്കുമ്പോഴാണ് ഏറ്റവും ഉന്നത തലത്തിലേക്ക് പ്യുവർ ഡിവോട്ടി എന്നുള്ളത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് ഡിവോട്ടി എന്ന് വെച്ചാൽ ഡിവോട്ടഡ് എന്നാണ്. പക്ഷെ എന്താണ് പ്രഭുപാദ് അതിനൊരു അഡ്ജക്റ്റീവ് കൊടുത്തു, പ്യുവർ എന്ന് പറഞ്ഞാൽ ആ എക്സാൾട്ടഡ് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അവർക്ക് മറ്റൊരു ആഗ്രഹവും ഇല്ല, ഭഗവാന്റെ സന്തോഷം മാത്രമാണ് അവർക്ക് ആഗ്രഹം. അതിനെയാണ് പരിശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ
നമ്മൾ ഡിവോട്ടി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരിശുദ്ധ ഭക്തനെയാണ്. ആക്ച്വലി പ്രഭുപാദ് തന്റെ വേർഡ്സിൽ എല്ലാം ഡിവോട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പരിശുദ്ധ ഭക്തനെയാണ്. അതാണ് ഈ ഒരു വ്യത്യാസം, ഡിവോട്ടിയും പ്യുവർ ഡിവോട്ടിയും തമ്മിലുള്ള വ്യത്യാസം. എല്ലാം ഡിവോട്ടി, ഇപ്പൊ ഇതിനകത്ത് ഇത്രയും ആൾക്കാരിരിക്കുന്നു, അതെല്ലാം ഡിവോട്ടീസാണ്. പക്ഷെ അതില് ഭഗവാനെ പ്യുവറായിട്ട് ഇത് ചെയ്യുന്ന കുറച്ച് 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 വരും. പക്ഷെ എല്ലാവരും ആ തലത്തിലേക്ക് വരണം, എല്ലാവരും ആ തലത്തിലേക്ക് വരണം. അവർ ഓരോ സ്റ്റെപ്പില് മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും പറഞ്ഞു ഭക്തൻ എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ഭക്തനാണ് യഥാർത്ഥത്തിൽ ഭക്തൻ. ബാക്കി എല്ലാവരും ആരാധകരാണ്. ഇത് കറക്റ്റാണ്. കാരണം പ്രഭുപാദ് ഭഗവത്ഗീതയിലെ ഒരു സ്ഥലത്ത് ഭജ് എന്നുള്ള ഒരു വാക്കിന്, ഭക്തൻ, ഭക്തി, ഭഗവാൻ, ഇതിനെല്ലാത്തിനും ഭജ് എന്നുള്ള ഒരു ധാതുണ്ട്. ഭജ് എന്ന് പറഞ്ഞാല് സർവീസ്, ലവ് വിത്ത് സർവീസ് എന്നാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി സേവനം എന്നാണ്. ഇപ്പം ഭഗവാന്റെ നമ്മൾ അംശങ്ങളായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ യഥാർത്ഥ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മറ്റു പലരെയും നമ്മള് ആ സേവനം നിർബന്ധമില്ല, നമുക്ക് റെസ്പെക്ട് കൊടുക്കാം. ഇപ്പം എനിക്കിപ്പോ ഒരു മുതിർന്ന ഒരാളുണ്ട്, അയാളെ ഞാൻ റെസ്പെക്ട് ചെയ്യാം. ചിലപ്പോ സേവിക്കണമെന്നില്ല, റെസ്പെക്ട് ഉണ്ടാവും. ആരാധിക്കാം, അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ അയാൾക്ക് ആരാധിക്കാം, അയാളെ സെർവ് ചെയ്യണം. സെർവിങ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ. കാരണം ഭഗവാന്റെ അംശമാണ് നമ്മൾ. അംശം എപ്പോഴും പൂർണ്ണത്തെ സേവിക്കണം. സർവീസ് മസ്റ്റായിട്ട് വരുന്നത് ഭക്തി, ഭഗവാനിൽ മാത്രമേ അത് വരത്തുള്ളൂ. അത് ഇപ്പൊ മറ്റൊരാൾക്ക് ഇപ്പം ഗിരിരാജ് ബാബു ഉണ്ട്, ഞാൻ ഗിരിരാജ് ബാബുവിനെ സെർവ് ചെയ്തില്ലെങ്കിൽ പറയും അതൊരു ഡിസ്റെസ്പെക്ട് ആയിട്ടേ പറയത്തുള്ളൂ, അദ്ദേഹത്തിന് ആ റെസ്പെക്ട് ഇല്ല എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ഞാൻ ഭഗവാനെ സെർവ് ചെയ്തില്ലെങ്കിലോ അത് എന്റെ യഥാർത്ഥ പൊസിഷനിൽ തറയിൽ വീഴുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു അംശം എപ്പോഴും പൂർണ്ണത്തെ സേവിക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തി അല്ലെങ്കിൽ ഭജൻ എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഭഗവാന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സ്നേഹിക്കാനും സേവിക്കാനും അത് നിർബന്ധമായിട്ടുള്ളത്. കാരണം ഭഗവാന്റെ അംശമാണ്. അംശം എപ്പോഴും പൂർണ്ണത്തെ സേവിക്കുക തന്നെ വേണം. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. പലപ്പോഴും നമ്മൾ സേവനം ചെയ്യുമ്പം ഭഗവാൻ തൃപ്തിയാകുന്നുണ്ട്, ഭഗവാൻ ഹാപ്പി ആകുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു സംതൃപ്തി ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഓരോ വ്യക്തിക്ക് വേണ്ടി ചെയ്തു, ഞാൻ ഒരുപാട് ചെയ്തു, പക്ഷെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവത്തില്ല. പക്ഷെ ഭഗവാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഭഗവാൻ എന്തായാലും കാണുന്നുണ്ട്, ഭഗവാൻ കാണാതിരിക്കുന്നില്ല. ഭഗവാൻ എല്ലാ കാര്യവും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അഭിജ്ഞ സ്വരാടം എന്നാണ് ഭഗവാനെ പറയുന്നത്. സ്വരാടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. അഭിജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ അറിവും ഉള്ള വ്യക്തിയാണ്. അപ്പം എല്ലാ അറിവെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നത്, രൂപന്റെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഭഗവാൻ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഭഗവാൻ കാണുന്നുണ്ട്, പക്ഷെ ഭഗവാൻ ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പ്രഭു ചോദിച്ചത്. അതിനാണ് ആധ്യാത്മിക ഗുരുവിന്റെ ആവശ്യം. യസ്യ പ്രസാദാൻ ഭഗവത് പ്രസാദം യസ്യ അപ്രസാദാൻ നാഗതി കുതോപി. ആധ്യാത്മിക ഗുരു തൃപ്തപ്പെടുകയാണെങ്കിൽ ഭഗവാൻ തൃപ്തിപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആധ്യാത്മിക ഗുരു തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ഭഗവാൻ തൃപ്തിപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്ങനെ ആധ്യാത്മിക ഗുരു തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും? അദ്ദേഹം ഈ ഭൂമിയിലുണ്ട്, അദ്ദേഹം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ ആധ്യാത്മിക ഗുരു തൃപ്തിപ്പെടും. അത് തൃപ്തിപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഭഗവാൻ തൃപ്തിപ്പെടുന്നു. പക്ഷെ ആധ്യാത്മിക ഗുരുവിനെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിനിധികളുണ്ട്. ഇപ്പം ആധ്യാത്മിക ഗുരുവിന്റെ പ്രതിനിധികളാണ് ഇവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റും ടെമ്പിൾ അതോറിറ്റീസ് ഒക്കെ. ഇപ്പൊ ഗിരിരാജ് പ്രഭുണ്ട്, ജഗസാക്ഷി പ്രഭുണ്ട്, അങ്ങനെ ക്ഷേത്ര അധികാരികളുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുമ്പോൾ ആ വ്യക്തി തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആ വ്യക്തി തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മീയാചാര്യൻ തൃപ്തിപ്പെടുന്നുണ്ട്. ആത്മീയാചാര്യൻ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ തൃപ്തിപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരു വട്ടം ഒരു ബ്രഹ്മചാരി പ്രഭുപാദിന്റെ അടുത്ത് എഴുതി ലെറ്റർ അയച്ചു. പ്രഭുപാദ്, യു ആർ കോൺസ്റ്റന്റ്ലി ട്രാവലിംഗ്. അദ്ദേഹം പ്രഭുപാദിന്റെ ശിഷ്യനാണ്. അങ്ങ് നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അങ്ങേ പ്ലീസ് ചെയ്തു? പ്രഭുപാദ് എഴുതിയ ടെമ്പിൾ പ്രസിഡന്റ് ആൻഡ് GBC. ടെമ്പിൾ പ്രസിഡന്റും GBC ഉണ്ട് എന്നാണ്. ചോദിച്ചത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭഗവാൻ പ്ലീസ്ഡ് ആകും എന്ന് നമുക്ക് ഉറപ്പിക്കാമോ എന്നാണ് ചോദിച്ചത്. നിർബന്ധമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയായിരിക്കും സേവനം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സേവനം നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് ഭഗവാൻ പ്ലീസ്ഡ് ആവണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു ഭക്തൻ ശ്രീ പ്രഭുപാദ് പറഞ്ഞു, അദ്ദേഹം അവിടെ തന്നെ ആ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കും, ഈ സേവനം ചെയ്യും. ഞാൻ അദ്ദേഹം അവിടെ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, ഇപ്പൊ മാറണ്ട, നീ അവിടെ തന്നെ നിൽക്കും, ഞാൻ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മാറാമെന്ന്. പക്ഷെ അദ്ദേഹം കേട്ടില്ല. അദ്ദേഹം പോയി. നീ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ നല്ലപോലെ സേവനം ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഹാപ്പിയാണ്, ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. തിരിച്ചു റിപ്ലൈ എഴുതി, ആധ്യാത്മിക ആചാര്യന്റെ നിർദ്ദേശമില്ലാതെ നീ ചെയ്യുന്നത് എങ്ങനെ ഭഗവത് സേവനമായി മാറും? അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഭൗതിക ആഗ്രഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടി വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് സേവനം ചെയ്യും. ചിലപ്പം എന്തെങ്കിലും നേടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ അവർ മനസ്സിലാക്കും, ഇങ്ങനെ ചെയ്താൽ മനസ്സിലാക്കും. പക്ഷെ ചിലപ്പോൾ ഭഗവാന് തൃപ്തിയാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ടെമ്പിൾ പ്രസിഡന്റ് GBC. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചിലപ്പോൾ മണ്ഡലികാര്യം ചെയ്യുന്ന ഒരു ഉത്സാഹത്തോട് ചെയ്യുന്നതായിരിക്കും. അത് ടെമ്പിൾ പ്രസിഡന്റ് GBC സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നിയോഫൈറ്റ് ആൾക്കാരാണ്. നമ്മുടെ മനോഭാവം പലതാണ്. ഞാൻ വിചാരിക്കും, ഞാൻ ഇത് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. പ്രഭു വിചാരിക്കും, സുബ്രഹ്മണ്യ എനിക്കൊരു സേവനം കിട്ടി, ഞാൻ ഈ ഫോൺ ശരിയായിട്ട് ഇത് ചെയ്യും, അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാ പ്രോഗ്രാമിലും വന്നിട്ട് ഞാൻ ഈ ഫോൺ കറക്റ്റ് ആയിട്ട് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് ഭയങ്കര ഹാപ്പിയുള്ള സർവീസ് ആയിരുന്നു. അപ്പം അദ്ദേഹം വിചാരിക്കും ഞാൻ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്, ഉറപ്പായിട്ട് കൃഷ്ണൻ ഹാപ്പി ആവും. ഒഫ്കോഴ്സ് അദ്ദേഹം ഹാപ്പി, പക്ഷെ അദ്ദേഹം ജനിച്ചില്ല എന്നെങ്കിലോ, അത് ചെയ്തിട്ട് അദ്ദേഹം ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന ഡിവോട്ടി ഹാപ്പി ആവുന്നില്ല. ഹാപ്പി ആവത്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാൻ ഹാപ്പി അല്ല എന്നാണ് അർത്ഥം. അദ്ദേഹം ഈ സർവീസ് അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ ചെയ്യും. പക്ഷെ അതേസമയം ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഡിവോട്ടി ഡിവോട്ടി ഹാപ്പി ആവത്തില്ല. ഹാപ്പി ആയില്ലെങ്കിൽ ഭഗവാൻ ഹാപ്പി ആവും. അപ്പൊ ഏറ്റവും നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് അതോറിറ്റീസും ടെമ്പിൾ അതോറിറ്റീസും GBC ഗുരുക്കന്മാര് ഇവരെല്ലാം പ്രഭുപാദം ഒക്കെ ഹാപ്പി ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്തെല്ലാം ചെയ്താലും അവർ ഹാപ്പി ആയില്ലെങ്കിൽ ഭഗവാൻ ഹാപ്പി ആവത്തില്ല. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള
ഞാനൊരു കാര്യം ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇതിൽ ഒരു ഉദാഹരണം, ഒരു സ്ഥലത്ത് വന്നു, ഇവിടെ വന്നു, ഇങ്ങനെ വേറൊരു ടെമ്പിളിൽ വന്നു എന്ന് വെച്ചു. ഇത് ഇവിടെ അല്ല, ഇപ്പോൾ എറണാകുളം ടെമ്പിളിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് എറണാകുളം ടെമ്പിളിൽ ചെയ്ത സേവനം ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ അത് ചെയ്യാനായിട്ട് മറ്റ് ഡിവോട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അതല്ല ഇവിടെ പ്രഭു ചെയ്യേണ്ട സേവനം. പക്ഷെ പ്രഭു ഹാപ്പി ആയിട്ട് അവിടെ ചെയ്ത ഇതേ സേവനം ഞാൻ ഇവിടെ ചെയ്യുമെന്ന് വിചാരിച്ചാൽ ചിലപ്പം ഇവിടുത്തെ അതോറിറ്റീസ് ഹാപ്പി ആവണമെന്നില്ല. അവർക്ക് ഇതിന്റെ മാനേജ്മെന്റ് അനുസരിച്ച് ഇങ്ങനെ സേവനമാണ് വേണ്ടത്. പക്ഷെ പ്രഭുവിന്റെ സന്തോഷം കിട്ടുന്ന ഈ സേവനമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഹാപ്പി ആവണമെന്നില്ല. ഹാപ്പി ആവുന്നെങ്കിൽ ഗുരു ഹാപ്പി ആകത്തില്ല, ഗുരു ഹാപ്പി ആകുന്നെങ്കിൽ ഭഗവാൻ ഹാപ്പി ആകും. എപ്പോഴും അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തികൾ, നമ്മളെ നയിക്കുന്ന വ്യക്തികൾ ഹാപ്പി ആണോ എന്ന് ശ്രദ്ധിക്കുന്നതാണ് സറണ്ടർ. അല്ല നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് അല്ല സറണ്ടർ. അപ്പൊ ആ ഒരു ഇതൊരു പേഴ്സണലാണ്. ഭക്തി എന്ന് പറഞ്ഞൊരു പേഴ്സണലാണ്, വ്യക്തികളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന്റെ ലീലകൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് പ്രഭു ചോദിച്ചത്. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് ഉപരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നതാണ് ഇന്ദ്രിയങ്ങൾക്ക് ഉപരി. അപ്പൊ നമ്മുടെ കഥകളുണ്ട്, നമുക്ക് ബുക്കിൽ പൊക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൃഷ്ണനാണെങ്കിൽ ഗോവർദ്ധന പർവ്വതം 7 ദിവസം ഇങ്ങനെ ഉയർത്തി. അപ്പൊ നമുക്ക് അത് ഇന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങളുടെ കഴിവ് ഉപരിയാണ്. നമുക്ക് ബേസിക്കലി അതിന്ദ്രിയം ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിലുപരിയാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പൊ കൃഷ്ണന്റെ വായ്ക്കുള്ളില് മുഴുവൻ പ്രപഞ്ചവും കണ്ടു. നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയുടെ വായ്ക്കുള്ളില് ഫുൾ പ്രപഞ്ചം കാണാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ച് നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് കുട്ടിയുടെ വായ്ക്കുള്ളിൽ ഒന്നും കാണാനായിട്ട് പറ്റും. പക്ഷെ കൃഷ്ണന്റെ വായ്ക്കുള്ളിൽ എല്ലാ പ്രപഞ്ചത്തെയും കാണുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ച് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനുപരിയുള്ളതാണ് ഇന്ദ്രിയം പറയുന്നത്. അപ്പൊ അത് ഇൻകൺസീവബിൾ എന്നാണ് അർത്ഥം. ഇൻകൺസീവ് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നതിന് ഉപരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇൻകൺസീവബിലിറ്റി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ദൈവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ തലത്തിൽ വെച്ച് ദൈവത്തെ അളക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നിട്ടാണ് മറ്റൊരാൾക്ക് അവിടെ പോയി പാട്ടുകൾ പിന്നെ അത് ആ ചെറുപ്പക്കുറവിലും ദോഷമുണ്ടാകും, നാട്ടിൽ ദോഷമുണ്ടാകും. ചോദിച്ചത് നമ്മളിപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുത്ത മാസം വരുന്നുണ്ട്. നമ്മളൊക്കെ ഭക്തന്മാരാണ്, നമുക്കറിയാം ഭഗവാനെ ആരാധിച്ചാൽ അത് സർവധർമ്മം പരിത്യേജിച്ച് മാമേകം ശരണം പ്രജ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്നാണ് പറഞ്ഞത്. കൃഷ്ണൻ അറിയാം കലിയുഗത്തിലെ ജന്മമാണ് വരുന്നത്. അതുകൊണ്ട് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു. മാമേകം എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് എന്നെ മാത്രം. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞ മാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മാമേകം എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കതൊരു ഉറപ്പിച്ചു തരികയാണ്, എന്നെ മാത്രം ശരണം പ്രാപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഭക്തന്മാര് ഭഗവാൻ പരമഗീത പുരുഷനായിട്ടും മറ്റ് ആരാധനകളിലേക്ക് പോകുന്നു എന്നാണ് പ്രഭുവിന്റെ ചോദ്യം. അതിന്റെ കാരണം നമുക്ക് പൂർണ്ണമായ കൺവിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. കൃഷ്ണനാണ് എല്ലാത്തിന്റെയും വേര് എന്നുള്ള പൂർണ്ണമായ കൺവിക്ഷൻ ഇല്ല എന്നുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നമുക്ക് 100% ഉറപ്പുണ്ട്, വേരിൽ വെള്ളം ഒഴിച്ചാൽ എല്ലാ കായ്ക്കളും ഇലകളിലും വിത്തും എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു തുള്ളി വെള്ളം പോലും
വേരിലല്ലാതെ വേറെ എവിടെയും ഒഴിക്കരുത്. നമ്മൾ വേരിൽ തന്നെ ഒഴിക്കും. കാരണം വേരിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും. നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് 100% ഉറപ്പില്ലെങ്കിലോ നമ്മൾ വിചാരിക്കും വേരിൽ ഞാൻ ഒഴിച്ചു, എനിക്ക് കുറച്ച് ഇലകളിലും പൂക്കളിലും കൂടെ ഒഴിക്കാം, അതിനും കൂടെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമുക്ക് ഈ പറഞ്ഞ ശ്ലോകത്തിനനുസരിച്ച് നമ്മുടെ ടൈം, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴും നമ്മൾ ജപിക്കുക, കുർബാന്റെ ബുക്സ് വായിക്കുക, ലെക്ചേഴ്സ് കേൾക്കുക, ഇങ്ങനെ നമ്മൾ ആ ടൈം എല്ലാം ഭഗവാന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രമേണ ക്രമേണ നമ്മുടെ ഹൃദയത്തിൽ ആ കൺവിക്ഷൻ ഉറച്ചു വരും. നമ്മുടെ ഭാഗം അത് ചെയ്യുക തന്നെ വേണം. നമ്മൾ ഭക്തിയിലുണ്ട്, ഈ പ്രസ്ഥാനത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഭക്തനായി വിചാരിക്കരുത്. നമ്മുടെ മനസ്സ് ഭയങ്കര ശത്രുവാണ്. നമ്മൾ ആ ഫ്രീ ടൈം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് പലതും നമ്മളെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും നമ്മുടെ ഉള്ള വിശ്വാസത്തെ കൊണ്ട് അത് ഇതാക്കുകയും ചെയ്യും. മറ്റുള്ളവർ എങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, മറ്റുള്ളവർ എങ്ങനെ കാണുന്നുണ്ടോ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മളെ വളർത്താനുള്ള സമയം നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ആ സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആരും കാണുന്ന ഒന്നും ഉണ്ടാവില്ല, റൂമിലിരിക്കുകയായിരുന്നു, നമുക്ക് ജനിക്കാൻ പറ്റും. കുറച്ചേരം നമുക്ക് ജപിക്കാം, സമയം ഉണ്ടെങ്കിൽ ജപിക്കാം. ആരും അപ്രീഷിയേറ്റ് ചെയ്യാനില്ല, ആരും കേൾക്കാനില്ല, നമുക്ക് നമ്മുടെ സിസ്റ്റം കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ജപിക്കാം, കുറച്ചു നേരം ബുക്സ് വായിക്കാം, കുറച്ച് ലെക്ചർ കേൾക്കാം, നമുക്ക് തന്നെ ചെയ്യാം. ആ വിശ്വാസം കൂട്ടിക്കൂട്ടി വരുമ്പോഴാണ് ഭഗവാനാണ് പരമദിവ്യത്വ മിഷൻ എന്ന തലത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. ഭഗവത്ഗീത